ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ഒരു സംസാരത്തെ കുറിച്ചിട്ടാണ് അല്ലേ. അവർ പറയും ഞങ്ങളാണ് സ്വർഗത്തിന്റെ അവകാശികൾ. അപ്പൊ ജൂതന്മാർ പറയും ഞങ്ങളാണ് സ്വർഗത്തിൽ പോണത്, ക്രിസ്ത്യാനികൾ പറയും ഞങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കണേന്ന് പറയും. അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ പറയണത് സത്യമാണെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയവൻ ആരാണോ, കീഴൊതുങ്ങി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവൻ ആരാണോ അവർക്കാണ് അള്ളാഹുവിൽ നിന്നും ഉത്തമമായ പ്രതിഫലം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പൊ ഇവിടെ പിന്നെയും അവരുടെ സംസാരം തന്നെയാണ്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ പറയും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസ്രാണികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. തിരിച്ച് ഇവർ പറയും, നസ്രാണികൾ പറയും ജൂതന്മാർക്ക് യാതൊരു അടിസ്ഥാനം ഇല്ലാന്ന്. ഇവർ രണ്ടുപേരും എന്ന വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇവര് പറയണത് കേട്ടിട്ട് യാതൊരു അറിവില്ലാത്തവരും ഇത് തന്നെ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യാതൊരു കാര്യത്തിൽ അവർ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കുകയാണല്ലോ. ഈ ഒരു ഭിന്നിപ്പില് അള്ളാഹു ഖിയാമത്ത് നാളിൽ അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയണത് ഈ ആയത്തിട്ടാ. അപ്പൊ കാല എന്ന് വെച്ചാൽ പറഞ്ഞു കാലത്തിൽ യഹൂദികൾ അല്ലെങ്കിൽ ജൂതന്മാർ പറഞ്ഞു ലൈസത്തിൻ നസ്വാറ, അവർക്ക് ലൈസാച്ച് ഇല്ല, അവർക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. നസ്രാണികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു അടിസ്ഥാനമില്ല. അലാശയിൻ, ഒരു കാര്യത്തിലും ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് അവർ പറയണത്. വക്കാലത്തിൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറയണതോ ലൈസത്തിൽ യഹൂദു, ജൂതന്മാർക്ക് ഒരു അടിസ്ഥാനമില്ല. അലാശയിൻ, ഒരു കാര്യത്തിലും. വഹും, അവരാകട്ടെ യത്ലൂന, തല എന്ന് വെച്ചാൽ പാരായണം ചെയ്തു എന്നാണ്. അപ്പൊ യത്ലു, അവർ പാരായണം ചെയ്യുന്നു. യത്ലൂന, അവർ പാരായണം ചെയ്യുന്നു. അൽ കിതാബ്, വേദഗ്രന്ഥം. ഈ രണ്ടു കൂട്ടരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ്. കെദാലിക്ക, ഈ കാ എന്ന് വെച്ചാൽ പോലേതാണ്. ഒരു വേർഡിന്റെ ആദ്യത്തിൽ കാഫ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോലെ എന്നുള്ളത്. അപ്പൊ കെദാലിക്ക, അതുപോലെ. ദാലിക്ക എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ കെദാലിക്ക, അതുപോലെ. ഖാല, പറഞ്ഞിരിക്കുന്നു. അല്ലദീന ലാ യഅലമൂൻ, ഒന്നും അറിയാത്ത യാതൊരു യാതൊരു അറിവില്ലാത്തവരും പറയുന്നു. മിസ്ല ഖൗലിഹിം, ഇവരുടെ വാക്ക് കേട്ടിട്ട് അവരും അവരുടെ പോലെ തോന്നിയ മാതിരി പറയുന്നുണ്ട്. ഫല്ലാഹു, എന്നാൽ അള്ളാഹു യഹ്കുമു, ഹക്കമ എന്ന് വെച്ചാൽ വിധിച്ചു, വിധി കൽപ്പിക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അള്ളാഹു വിധിക്കും എന്നാണ്. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ഫീമ, അന്ന്. യാതൊന്നിൽ. കാനു ഫീഹി യഖ്തലിഫൂൻ, അവർ എന്തിലാണോ ഭിന്നിച്ചിരുന്നത് ആ കാര്യത്തിൽ അള്ളാഹു ഖിയാമത്ത് നാളില് വിധി പറയും എന്നാണ് പറയണത്. ഇവിടെ ലായലമൂന, അറിവില്ല. അല്ലദീന ലായലമൂന എന്ന് പറയണ്ടല്ലോ, അറിവില്ലാത്തവർന്ന് ഉദ്ദേശിക്കുന്നത് അറബികളിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ്. കാരണം അവർക്ക് വേദഗ്രന്ഥവും ഇല്ല, പ്രത്യേകിച്ച് യാതൊരു അറിവും അവർക്ക് കിട്ടിയിട്ടില്ല. അവരും ഇവര് പറയണത് കേട്ടിട്ട് ഏറ്റു പറയുന്നതാണെന്നാണ് പറയണത് കേട്ടോ. ആ ഒരായത്ത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരായത്ത് നോക്കാം നമുക്ക്. വമൻ അല്ലമു മിമ്മൻ منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. വമൻ, മണ്ണ് വെച്ചാല് ആരുണ്ട്. അല്ലമ, ഏറ്റവും അക്രമി, ലുൽമ് പ്രവർത്തിക്കുന്നവൻ, അല്ലെ, അക്രമം പ്രവർത്തിക്കുന്നവനാണ്. അല്ലമ വെച്ചാൽ അതിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും അക്രമി ആരാണുള്ളത്, ആരുണ്ട്. മിമ്മൻ, യാതൊരുവനേക്കാൾ.
എന്ന് വെച്ചാൽ തടഞ്ഞു എന്നാണ്, തടസ്സപ്പെടുത്തുന്നവൻ. മസാജിദ് അള്ളാഹുവിന്റെ പള്ളികളെ തടയുന്നവനേക്കാൾ വലിയ ഒരു അക്രമി ആരുണ്ട്? അയ്യുദ്കറ, ദക്കറാൻ വെച്ചാൽ ഓർക്കുക അല്ലെങ്കിൽ സ്മരിക്കുക അല്ലെ. അയ്യുദ്കറ അത് സ്മരിക്കപ്പെടുന്നതിനെ, ഫീഹ അവയിൽ വെച്ച്, ആ പള്ളികളിൽ വെച്ച്, സ്മുഹു ഇസ്മു എന്ന് വെച്ചാൽ പേര്, ഇസ്മുഹു അവന്റെ പേര്, അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നവൻ ആരുണ്ട്? എന്ന് വെച്ചാൽ പരിശ്രമിക്കുക എന്നാണ്. അവൻ പരിശ്രമിക്കുകയും ചെയ്തു. ഫി ഖറാബിഹ അവയുടെ നാശത്തിന്, ഈ പള്ളികളുടെ നാശത്തിന് വേണ്ടി ആരാണ് ശ്രമിക്കുന്നത്? അവൻ. ഉലായിക്ക അക്കൂട്ടർ, മാ കാനലഹും അവർക്ക് ആകാവുന്നത് അല്ലെങ്കിൽ പാടില്ല, യദ്ഖുലൂഹ അവയിൽ പ്രവേശിക്കൽ, ഇല്ലാ ഖായിഫീൻ ഭയപ്പെട്ടവരായിട്ടല്ലാതെ, ലഹും അവർക്കുണ്ട്, ഫിദ്ദുന്യ ഇഹലോകത്തില്, ഖിസിയുൻ അപമാനം, ലഹും അവർക്കുണ്ട്, ഫിൽ ആഖിറത്തി പരലോകത്തിൽ അവർക്കുണ്ട്, അദാബുൻ അലീം വമ്പിച്ച ശിക്ഷയുണ്ട്. അപ്പൊ എന്താണ് ഈ ആയത്തിൽ പറയണത്? അള്ളാഹുവിന്റെ പള്ളികൾ അല്ലെ, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് മസ്ജിദ് എന്ന് പറയുന്നത്. സജദ എന്ന് വെച്ചാല് സുജൂദ് ചെയ്തു എന്നാണ്. ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം ഇസ്മു മക്കാൻ എന്ന് പറയും. അതാണ് മസ്ജിദ്, പള്ളികൾ. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് അല്ലെ പള്ളികൾ. അത് ഏതൊരു പള്ളി ആയിക്കോട്ടെ. നമ്മൾ ഇന്നത്തെ കാലത്ത് പല വിഭാഗങ്ങളുടെ പള്ളികളുടെ പേരിലൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ ഏത് പള്ളി ആയിക്കോട്ടെ അവിടെ അത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ പള്ളികളാണെന്നാണ് പറഞ്ഞേക്കണേ. അവിടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരായത്തുണ്ട്. നമ്മുടെ പല പള്ളികളിലും അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ. അപ്പൊ എന്താണ് പറയണത്? ഈ പള്ളികളിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനെ തടയുന്നവൻ ആരുണ്ട്? അത് ഏതൊക്കെ തരത്തിൽ തടയുന്നവനായാലും ശരി. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ പള്ളികൾ പൊളിച്ചു മാറ്റണം നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ ആ പള്ളി അതിന്റെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെന്നാണ് പറഞ്ഞേക്കണേ. ഫി ഖറാബിഹ, ഖറാബ് എന്ന് വെച്ചാൽ നാശം, അതിനെ പൊളിക്കാൻ, അതിനെ എന്താണ് പാഴാക്കാൻ, അത് ശൂന്യമാക്കാൻ, അവിടെ എന്താണ് പൊളിച്ചില്ലെങ്കിലും അവിടുത്തെ ആരാധനാകർമ്മങ്ങളെ തടസ്സപ്പെടുത്താൻ, അതൊക്കെ അതിൽ പെടും അല്ലെ. പള്ളികൾ നമ്മൾ എന്തിനൊക്കെയാണ്? നമസ്കാരം മാത്രമല്ല, അവിടെ ഖുർആൻ പഠനമുണ്ട്, ഹദീസ് പഠനമുണ്ട്, ഇതെല്ലാം നടക്കണ ഒരു കേന്ദ്രമാണ് അല്ലെ. അത് അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ പള്ളിയിലോട്ട് കയറുമ്പോൾ ഉള്ള പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക, കാരുണ്യത്തിന്റെ വാതായനങ്ങൾ എനിക്ക് തുറന്നു തരണേ. കാരണം അവിടെ റഹ്മത്ത് മാത്രമേ ഉള്ളൂ. അത് തേടിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പള്ളിയിലോട്ട് ചെല്ലണത്. അപ്പൊ അതിനെ മുടക്കുന്ന ആരുണ്ടോ അവന് ഇഹത്തിലും നാശമാണുള്ളത്, ഇഹത്തിൽ അവന് അപമാനമുണ്ട്, ഖിസിയുൻ അപമാനം എന്നാണ് ഉണ്ട്, പരലോകത്തിലോ അവന് വമ്പിച്ച ശിക്ഷയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കണേ. ഇത് മൊത്തത്തിൽ പള്ളികളെ പറ്റിയിട്ടുള്ള ഒരു ആയത്താണെങ്കിലും ഇതിന് ഒരു സന്ദർഭമുണ്ടെന്നാണ് ചില പണ്ഡിതന്മാർ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറ ചെയ്യാനായിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് മദീനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മക്കയില് ഹറമിനടുത്തെത്തിയപ്പോൾ അവരെ തടഞ്ഞു അല്ലെ. എന്നിട്ട് ഹുദൈബിയയിൽ എത്തിയപ്പോൾ ഖുറൈശികൾ അവരെ തടഞ്ഞു. അവിടെ വെച്ചിട്ട് പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി നടത്തി. എന്നിട്ട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, എന്നിട്ട് അടുത്ത വർഷം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുകയാണ്. അപ്പൊ ആ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണെന്നുണ്ട് ഇഹത്തിൽ വെച്ചിട്ട് ആ ക്രമികൾ അനുഭവിച്ച അപമാനവും പ്രസിദ്ധമാണ് അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ അതാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണത് യഹൂദികള് എന്താണ് ബൈത്തുൽ മുഖദ്ദിസ്, ഇവര് യഹൂദികളും ക്രിസ്ത്യാനികളും പരസ്പരം ശത്രുക്കളാണ് അല്ലെ. അപ്പൊ അവര് പക്ഷെ ഒരു കോമൺ ഒരു ശത്രുവിനെതിരെ അവരൊന്നിക്കും. അടിസ്ഥാനമായിട്ട് അവര് തമ്മിൽ ശത്രുതയുണ്ട്. അപ്പൊ ഇവര് ബൈത്തുൽ മുഖദ്ദസില് എന്താണ് ക്രിസ്ത്യാനികള് മുമ്പ് അവർക്ക് യഹൂദികളോടുള്ള വൈരാഗ്യം കൊണ്ട് അവര് ബൈത്തുൽ മുഖദ്ദസിൽ അക്രമം നടത്തുകയും യഹൂദികളെ തടയുകയും ചെയ്തിട്ടുണ്ട്, അവിടെ ആരാധനാകർമ്മങ്ങൾ നടത്താണ്ടിരിക്കാനായിട്ട്. ആ ഒരു സംഭവത്തെ ഉദ്ദേശിച്ചിട്ടാണിതെന്നും പറയുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ അതല്ല, മൊത്തത്തിൽ ഇനി വരാനുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണെന്നും അഭിപ്രായമുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് മനുഷ്യരെ ഏത് വിധത്തിൽ തടയുന്നവരാണെങ്കിലും അവരെ സംബന്ധിച്ചിട്ടാണ് ഈ ആയത്തുള്ളത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് വിലക്കുന്ന പണ്ഡിതന്മാരും അങ്ങനത്തെ ഒരു വിഭാഗവും ഉണ്ടല്ലേ. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടവരാണ്. കാരണം പണ്ഡിതന്മാർക്ക് അറിവില്ലാണ്ടല്ല അവർ പറയണത്.
അപ്പോൾ ഈ പറയണ അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ മാത്രം പോകാൻ പാടില്ല എന്ന് പറയണവര് എന്താ ബാക്കി ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, ബീച്ചിൽ പോകുന്നുണ്ട്, ബാക്കി എല്ലാ പരിപാടിക്കും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും പോണതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ പള്ളിയിൽ നമസ്കാരത്തിനോ അല്ലെങ്കിൽ ഖുർആൻ പഠനത്തിനോ പോണത് തടയുന്നവർ. അപ്പോൾ ഈവൻ ഹജ്ജിന് പോയിട്ട് വരെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ സമ്മതിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൽ പെടുന്ന ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ആരാധനാ കർമ്മങ്ങളെ തടുക്കുന്നവർ. അത് ഏത് രീതിയിലായിക്കോട്ടെ അവർക്കെല്ലാം ഇത് ബാധകമാണ്. അടുത്തൊരായത്ത് പറയണത് വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. ലില്ലാഹിൽ മശ്രിഖ് വലില്ലാഹിൽ മശ്രിഖ് എന്ന് വെച്ചാൽ ഉദയസ്ഥാനം, അത് കിഴക്ക് സ്ഥാനം അള്ളാഹുവിൻ്റെതാണ്. വൽ മഗ്രിബ് അസ്തമന സ്ഥാനവും, അത് പടിഞ്ഞാറും കിഴക്കും അള്ളാഹുവിൻ്റെതാണെന്നാണ് പറയണത്. ഫഅൈനമ അതിനാൽ എവിടേക്ക്, ഐനാഞ്ച എവിടേക്ക്, ഐനമ എവിടേക്ക്, തുവല്ലു വല്ലാഞ്ച തിരിയുക, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ മുഖം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്നല്ലാഹ വാസിഉൻ അലീം നിശ്ചയമായും അള്ളാഹു വിശാലനാകുന്നു, അലീം സർവജ്ഞനാകുന്നു എന്നാണ്. അപ്പൊ ഇത് ഈ ഒരു ആയത്ത് പറയാനുള്ള കാരണം ജൂതന്മാർ ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പുണ്യ സ്ഥലമായിട്ടാണ് കരുതിയിരുന്നത്. അപ്പൊ ജൂതന്മാർ പറയും അവരുടെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ പടിഞ്ഞാറ സൈഡ് ആണ് അവര് ആരാധനാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അവിടെയാണ് അള്ളാഹു ഉള്ളതെന്നാണ് അവരുടെ ഒരു വാദം. ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നത് കിഴക്ക് ഭാഗത്താണ് ഉത്തമം, അവിടെയാണ് അള്ളാഹു ഉള്ളത്. അപ്പൊ ഇവര് ക്രിസ്ത്യാനികള് ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്കേ സൈഡുമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറയാണ് കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിന്റെ തന്നെയാണ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ടായിരിക്കും. നിശ്ചയമായും അള്ളാഹു വിശാലനാണ്, സർവജ്ഞനാണ്, വാസിയാണെന്നാണ്, വസാഞ്ച വിശാലനാണെന്നാണ് പറയണത്. ഒരു പ്രത്യേക ഭാഗത്തിനെ കിബിലയാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹു ആ ഭാഗത്തുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്തിനോട് അള്ളാഹുവിന് പ്രത്യേക ബന്ധമുള്ളത് കൊണ്ടോ ഒന്നല്ല. സമുദായത്തിന്റെ ഏകീകരണം, സൗകര്യം തുടങ്ങിയ പല ലക്ഷ്യങ്ങളും ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു ഒരു പ്രത്യേക ഒരു സ്ഥലത്തിനെ കഅബയായിട്ട് നിശ്ചയിച്ചത് അല്ലെങ്കിൽ കിബിലയായിട്ട് നിശ്ചയിച്ചത്. നമ്മുടെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് ഖുറൈശികള് കിബിലയുടെ നേരെ തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് മദീനത്ത് ചെന്നപ്പോൾ മദീനയിൽ യഹൂദികളുടെ കിബില ഏതായിരുന്നു? ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 16-17 മാസക്കാലം നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹു കിബില മാറ്റണത്. അത് ഇനി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കാനായിട്ട് കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും അവിടെയൊക്കെ അള്ളാഹുവിൻ അവിടെ ഉണ്ട് എന്നാണ് പറയണത്. അതായത് ഇന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞത് കൊണ്ട് പ്രത്യേകം പുണ്യമൊന്നുമില്ല, അള്ളാഹുവിന് കിഴൊതുങ്ങലാണ് ആവശ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അള്ളാഹു എവിടെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറയണ ഒരു ഉത്തരം തെറ്റാണ്. അള്ളാഹു എവിടെയാണ്? ആകാശങ്ങളുടെ മുകളിൽ അർഷിസ്തവ അല്ലെ, അവിടെ അർഷിലാണ് ഉപവിഷ്ടനായിരിക്കുന്നതെന്നാണ്. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണത് കേട്ടോ. ഈ ഒരു ആയത്തിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വഖാലു ഇത്തഖദല്ലാഹു വലദാ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. പിന്നെ അവര് പറയണ അടുത്തൊരു വാദാണ് അള്ളാഹുവിന് മക്കളുണ്ടെന്ന്, സന്താനം, വലതെന്ന് വെച്ചാൽ സന്താനം, പുത്രനുണ്ടെന്ന് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവര് പറയുന്നുണ്ട്. സുബ്ഹാന, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ഇവർ ഈ പറയുന്നതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ് അള്ളാഹു. ബൽ പക്ഷേ ലഹു അവനാണ് മാഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് മുഴുവനും അവൻ്റെതാണ്. കുല്ലുല്ലഹു ഖാനിതൂൻ എല്ലാം തന്നെ അവന് കീഴ്പ്പെട്ടവരുമാണ് എന്നാണ് ഈ ഒരു ആയത്തുകൊണ്ട് പറയണത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആളുകൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ പറയണത് എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്നാണ് അവർ വാദിക്കണത്. യഹൂദികൾ ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മുശ്രിക്കുകൾ, അറബി മുശ്രിക്കുകൾ എന്താ പറയണത്? മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രികളാണെന്നാണ് അവരുടെ വാദം. അപ്പൊ ഇതെല്ലാത്തിനും എതിരെ അള്ളാഹു പറയാണ്, ഇവരിങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു പുത്രനെ അല്ലെങ്കിൽ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരണത്. ഈ ആകാശഭൂമികളിലുള്ള എല്ലാതും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനൊരു
എന്താണ് തുണയോ ഇണയോ ഒന്നുമില്ല, സഹായിയോ പങ്കുകാരോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവര് അള്ളാഹുവിന് പുത്രൻ അല്ലെങ്കിൽ എന്താണ് സന്താനമുണ്ട് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ ചോദിക്കണത്. ബദീഉസ് സമാവാതി വൽ അർദ് വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ബദ എന്ന് വെച്ചാൽ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. അള്ളാഹു സമാവാത്ത ആകാശങ്ങൾ വൽ അർള് ഭൂമി, ആകാശങ്ങളും ഭൂമിയും യാതൊരു മാതൃകയും ഇല്ലാതെ നിർമ്മിച്ചവനാണ് അള്ളാഹു. ഇതാ ഖല, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ, അമ്രൻ ഒരു കാര്യം, അപ്പോൾ ഇന്നമാ മാത്രം, യഖൂലു പറയുക മാത്രമേ വേണ്ടൂ, ഇന്നമാ യഖൂലു ലഹു അതിനോട്, കുൻ ഉണ്ടാവുക എന്ന്, ഫയക്കൂൻ അപ്പോഴത് ഉണ്ടാകുന്നു എന്നാണ്. ഏതൊരു വസ്തുവിനെയും അള്ളാഹു അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഉണ്ടാകുന്നതാണ്. യാതൊരു മാതൃകയും ഇല്ലാതെയാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന് എങ്ങനെ പുത്രൻ അല്ലെങ്കിൽ സന്താനം ഉണ്ടെന്ന് അവർ പറയുന്നാണ് അള്ളാഹു ചോദിക്കണത്. അടുത്ത ആയത്ത്, وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അവര് പറയും വഖാലല്ലദീന ലാ യഅലമൂൻ, നേരത്തെ പറഞ്ഞ സെയിം ആയി തന്നെ അല്ലേ, യാതൊരു അറിവും ഇല്ലാത്ത ആളുകൾ അവര് പറയാണ്, ലൗല എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടായിക്കൂടാ, യുകല്ലിമുന, കല്ലമ എന്ന് വെച്ചാൽ സംസാരിച്ചു എന്നാണ്, എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണില്ല അള്ളാഹു, അല്ലെങ്കിൽ തീന എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല വല്ല ദൃഷ്ടാന്തവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ് അള്ളാഹ്ക്ക് ഞങ്ങളോട് സംസാരിച്ച, ഈ പ്രവാചകൻ വഴി ഒരു ഇടയിൽ ഒരാൾ വെച്ചിട്ട് ഞങ്ങളോട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നാണ് അവരുടെ ചോദ്യം. യാതൊരു അറിവുമില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ മക്കാ മുശ്രിക്കുകളെയാണ് ഉദ്ദേശം. അപ്പൊ അവര് പറയാണ്, എന്തുകൊണ്ട് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കണില്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ ഈ പ്രവാചകനാണെന്ന് കാണിക്കാനായിട്ട്. കാരണം മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഒരുപാട് മോചിതത്തുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലേ. മൂസാ നബിയുടെ വടി നിലത്തിടുമ്പോ പാമ്പാവണുണ്ട്, പിന്നെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നുണ്ട്, വെള്ളപ്പാണ്ടുള്ളവരെ തടവുമ്പോ അസുഖം മാറുന്നുണ്ട്, പിന്നെ മൂസാ നബി എന്നെ കക്ഷത്തില് കൈവച്ചിട്ട് പുറത്തേക്ക് എടുക്കുമ്പോ അത് തിളങ്ങണതായി മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മോചിസത്തുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നാണ് അവർ പറയണേ. മൂസാ നബി ഒരു പാറയിൽ അടിച്ചപ്പോൾ 12 അരുവികൾ വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് ഒരു അരുവി കൊണ്ടുപോയോ, അല്ലെങ്കിൽ ആകാശത്തിലോട്ടൊന്ന് കയറിപ്പോ, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു വേദഗ്രന്ഥം കൊണ്ടുപോയോ എന്നൊക്കെയാണ് ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത്. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് ഇവിടെ പറയണേ കേട്ടാ. ഇത് ഇവര് മാത്രല്ല പറയണത്, ഇതിന് നിങ്ങൾക്ക് മുമ്പുള്ളവരും ഇത് തന്നെയാണ് പറയണേന്നാണ് പറയണത് അല്ലാഹു. കദാലിക ഇപ്രകാരം തന്നെ ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ളവരും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മിസ്ല ഖൗലിഹിം, ഇവരുടെ വാക്ക് പോലെ തന്നെയാണ് അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തശാബഹ പരസ്പരം സാദൃശ്യമുള്ളതായിരിക്കുന്നു. ഖുലൂബുഹും, രണ്ടു കൂട്ടരുടെയും മുമ്പുള്ളവരുടെയും ഇങ്ങനെ പറയണ ആളുകളുടെ ഹൃദയങ്ങൾ പരസ്പര സാദൃശ്യമാക്കിയിരിക്കുന്നു. ഖദ് തീർച്ചയായും ബയ്യന്ന വ്യക്തമാക്കിയിട്ടുണ്ട്, അൽ ആയ ദൃഷ്ടാന്തങ്ങളെ ലിഖൗമി യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പല ദൃഷ്ടാന്തങ്ങളും വിശ്വാസികൾക്ക്, വിശ്വസിക്കണം എന്നുള്ളവർക്ക് വിശ്വസിക്കാൻ തക്കമുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇസ്രാ മിഅറാജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ പറയണത്, ഇതൊക്കെ കൊണ്ടുവരാൻ പറയണത് ഒരിക്കലും അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ദുർവാശി, സത്യനിഷേധം, ധിക്കാരം, ഇതൊക്കെ ഉണ്ട് ഈ ചോദ്യത്തില്. ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഈ സംശയം കൊണ്ടൊന്നല്ല ഇവര് ചോദിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയാണിത്. അപ്പൊ അള്ളാഹു പറഞ്ഞു തരാണ്, അവിടെ തന്നെ ഉത്തരം പറഞ്ഞു തരാണ്. ദൃഢമായി വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഖുർആൻ തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പൊ അത് തന്നെ ധാരാളം എന്നാണ് അള്ളാഹു പറഞ്ഞു തരണേ. അടുത്തൊരായത്തില് പ്രവാചകനോടുള്ള ഒരു ആയത്താണത്. ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം.
ഇന്നാർസൽനാക്ക നിശ്ചയമായും നാം നിന്നെ അയച്ചിരിക്കുന്നു ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം നിന്നെ അയച്ചിരിക്കുന്നു ബഷീറൻ. അപ്പൊ നബി പ്രവാചകന്മാരെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 2 പേരുകളാണ് ബഷീറും നദീറും. ബഷീർ എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നദീർ എന്ന് വെച്ചാൽ താക്കീതുകാരനും. അല്ലെ, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, നരകത്തെ കുറിച്ചുള്ള താക്കീതും നമുക്ക് നൽകുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും. അല്ലെ, വലാ തുസ്അലു നീ ചോദിക്കപ്പെടുകയില്ല അൻ അസ്ഹാബിൽ ജഹീം നരകത്തിന്റെ ആളുകളെ പറ്റി നിന്നോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രബോധനം മാത്രമേ ബാധ്യതയായിട്ടുള്ളൂ. അത് വിശ്വസിക്കാത്തവരെ കുറിച്ചിട്ട് നരകത്തിൽ പോണ ആൾക്കാരെ കുറിച്ച് എന്തുകൊണ്ട് അവർ നരകത്തിൽ പോയില്ല എന്ന് പ്രവാചകനോട് ചോദിക്കൂലെന്ന്. പ്രവാചകന് അള്ളാഹുവിന്റെ ആയത്തുകൾ നമ്മൾക്ക് എത്തിച്ചു തരേണ്ട ദൗത്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത് ഇവിടെ. അപ്പൊ തീർച്ചയായും നാം നിന്നെ അയച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും താക്കീതുകാരനുമായിട്ടാണ്. ഒരിക്കലും നരകവാസികളെ കുറിച്ചിട്ട് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇത്രയും പറഞ്ഞ് ഈ ആയത്ത് ഇവിടെ അവസാനിക്കുകയാണ്. 113 മുതൽ 119 വരെയാണ് ഈ പേജിലുള്ളത്. അപ്പൊ ഇതില് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ഒരു സംസാരമാണ്. അവര് പറയണത് എന്താണ്? യഹൂദികൾ പറയും ക്രിസ്ത്യാനികൾക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്ന് പറയും, ക്രിസ്ത്യാനികൾ പറയും യഹൂദികൾക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്ന് പറയും. രണ്ടുപേരും എന്നിട്ട് വേദഗ്രന്ഥം പാരായണം ചെയ്യണമുണ്ട്. ഇത് കേട്ടിട്ട് യാതൊരു വിവരവും ഇല്ലാത്ത മക്കാ മുശ്രിക്കുകളും പറയും ഇതുപോലത്തെ വാക്കുകൾ പറയും. അപ്പൊ അള്ളാഹു പറയാണ് ഈ പറയണതിനൊക്കെ ഒരു തീരുമാനം, വിധി ഖിയാമത്ത് നാളിൽ അള്ളാഹു വിധി കൽപ്പിക്കും എന്ന് പറയാണ്. പിന്നെ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും ആളുകളെ തടയുന്നവൻ അവരുടെ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, പള്ളിയിൽ നിന്ന് നമസ്കാരത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് പഠനത്തിനായിക്കോട്ടെ, ഇതിൽ നിന്നും തടയുന്നവർക്ക് ഇഹലോകത്തിൽ നിന്ദ്യതയും പരലോകത്തിൽ കടുത്ത ശിക്ഷയും ഉണ്ടെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നെ പറഞ്ഞു എന്താണ്? കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെത് തന്നെയാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ എങ്ങട് തിരിഞ്ഞ് നമസ്കരിച്ചാലും അവിടെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ മുഖമുണ്ട്, അള്ളാഹു വിശാലനാണ്, സർവജ്ഞനാണെന്ന് പറഞ്ഞു. എങ്ങട് തിരിഞ്ഞ് നമസ്കരിച്ചാലും അള്ളാഹു അറിയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ പറയണത്. അപ്പൊ അതിന് അള്ളാഹു പറയാണ് ആകാശങ്ങളും ഭൂമിയിലും ഉള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്, ഇതെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണ്. പിന്നെ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും യാതൊരു മാതൃകയും ഇല്ലാതെ സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന് അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് പറയുകയേ വേണ്ടൂ, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അത് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞു തരണത്. പിന്നെ യാതൊരു അറിവില്ലാത്ത മക്കാ മുശ്രിക്കുകൾ ചോദിക്കണ കാര്യമാണ് പറയണത്. അവര് പറയും എന്താ അള്ളാഹ് ഞങ്ങളോട് സംസാരിച്ചാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലെന്ന് ചോദിക്കാണ്. അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള ആളുകളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങളെ പരസ്പരം സാദൃശ്യമുള്ളതാക്കിയിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു എന്താണ്? വിശ്വസിക്കേണ്ട ആവശ്യമായ, അത് ദൃഢവിശ്വാസികൾക്ക് ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പ്രവാചകനോട് പറയാണ് തീർച്ചയായും താങ്കളെ നാം അയച്ചിരിക്കുന്നത് താക്കീതുകാരനായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ്. നരകത്തിന്റെ ആളുകളെ പറ്റി ഒരിക്കലും താങ്കളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.